ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം. ഹരിഭഗവാൻ നമ്മളെ എല്ലാ ദിക്കിലും രക്ഷിക്കട്ടെ. ഗജേന്ദ്രനെ രക്ഷിക്കാൻ 8 കൈകളിൽ 8 ആയുധങ്ങളോട് ഓടി വന്ന ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. പിന്നെ ഓരോരോ സമയത്തിൽ ഓരോരോ അവതാരമൂർത്തി രക്ഷിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തി. ജലത്തിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത്, പുഴയിലോ കുളത്തിലോ കുളിക്കുന്ന സമയത്ത് മത്സ്യഭഗവാൻ രക്ഷിക്കട്ടെ. പണ്ട് പുഴയിലും കുളത്തിലും കുളിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, ബാത്റൂമിലല്ലേ കുളിക്കുന്നത്. ഇപ്പോൾ ജലത്തിൽ നമുക്ക് ഒരു ആപത്തും ഇല്ല വിചാരിക്കണം. മിക്കവാറും എല്ലാവരും വീഴുന്നത് ബാത്റൂമിലാണ്. അപ്പോൾ ബാത്റൂമിൽ വീഴാതെ ഈ ജലം കൊണ്ടുവരുന്ന ആപത്തിൽ നിന്നും മത്സ്യഭഗവാൻ രക്ഷിക്കട്ടെ. സ്ഥലേഷു മായാവടു വാമനോ വ്യാത്. സ്ഥലത്തിൽ സഞ്ചരിക്കുമ്പോൾ വാമന ഭഗവാൻ രക്ഷിക്കട്ടെ. സ്ഥലത്തിൽ ബസ്സിൽ യാത്ര ചെല്ലുമ്പോൾ, അതും കേരളത്തിൽ ബസ്സിൽ കയറിയാൽ ആദ്യം തുടങ്ങണം നാരായണ കവചം. അപ്പോൾ മര്യാദയ്ക്ക് വീട്ടിലെത്തുള്ളൂ. അവർ ഓടിക്കുന്നത് കാണുമ്പോൾ പേടിയാവും. അപ്പോൾ സ്ഥലത്തിൽ വാമന ഭഗവാൻ രക്ഷിക്കട്ടെ. പിന്നെ ആകാശത്തിൽ ചെല്ലുമ്പോൾ, ഫ്ലൈറ്റിൽ യാത്ര ചെല്ലുമ്പോൾ ത്രിവിക്രമഖേവതു വിശ്വരൂപ. ത്രിവിക്രമ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. ദുർഗേഷ്വടവ്യാജി മുഖാദിഷു പ്രഭു. കോട്ടകളിലും കാടുകളിലും യുദ്ധസമയങ്ങളിലും നരസിംഹ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. നരസിംഹ ഭഗവാൻ ഒരു ഗുണം കൂടിയുണ്ട്. അദ്ദേഹം ഒരു അട്ടഹസിച്ചപ്പോൾ എന്തായി? അസുര സ്ത്രീകൾക്ക് സുഖപ്രസവം ഉണ്ടായി എന്നാണ് പറയുന്നത്. ദിശോ വിനേതും ന്യപതംശ്ച ഗർഭാഹ. കാരണം അവിടെ നരസിംഹൻ വന്ന സമയത്ത് ഒരു അട്ടഹാസം ചെയ്തു. അപ്പോൾ ഗർഭവതിയായ സ്ത്രീകൾക്ക് ആപ്പറേഷൻ ഒന്നുമില്ലാതെ പെട്ടെന്ന് സുഖപ്രസവമായി എന്നാണ് പറയുന്നത്. ന്യപതംശ്ച ഗർഭാഹ. രക്ഷത്വസവ് മാധ്വനി യജ്ഞകൽപ സ്വതം ത്രയോന്നീതധരോവരാഹ. യാത്ര ചെല്ലുന്ന സമയത്ത്, ഭൂമിയിൽ യാത്ര ചെല്ലുന്ന എവിടെ ചെന്നാലും വരാഹ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. രാമ അദ്രികൂടേഷു. പർവ്വതങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ, മലകളിൽ സഞ്ചരിക്കുമ്പോൾ പരശുരാമൻ രക്ഷിക്കട്ടെ. പരശുരാമനാണ് കൂടുതൽ പർവ്വതം ഉള്ള പ്രദേശത്തിൽ സഞ്ചരിച്ച ആൾ. ഇവിടെ കന്യാകുമാരിയിൽ നിന്നും ചിപ്പുളൂർ ഒരു സ്ഥലമുണ്ടല്ലോ, അതുവരെയും പരശുരാമ ക്ഷേത്രമാണ്. അവിടെ പരശുരാമൻ്റെ സ്ഥാനം കൂടിയുണ്ട്. കൊങ്കൺ വഴിയിലുള്ള ഒരു സ്ഥലമാണ്. കാരണം പർവ്വതങ്ങളിൽ സഞ്ചരിച്ച അഭ്യാസം പരശുരാമനൊക്കെ ഉണ്ട്. അതുകൊണ്ട് മലകൾ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് മലയാള പ്രദേശം എന്ന് പറയാൻ കാരണം. മലയാളം പറയാൻ കാരണം മലകൾ ഉള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ മഴയാളം, എപ്പോഴും മഴ പെയ്യുന്ന സ്ഥലം. പണ്ട് അങ്ങനെ മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും മഴ ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടാവുന്ന പ്രദേശമായതുകൊണ്ടാവും ഇവിടെ പരശുരാമൻ ക്ഷേത്രം പറയാറുണ്ട് കേരളത്തിന്. അവിടെ പരശുരാമൻ രക്ഷിക്കട്ടെ മലകളിൽ സഞ്ചരിക്കുമ്പോൾ. അഥ വിപ്രവാസേ സലക്ഷ്മണോവ്യാത് ഭരതാഗ്രജോസ്മാൻ. ദൂരദേശ യാത്ര ചെല്ലുന്ന സമയത്ത്, ഫാറിൻ യാത്ര ചെല്ലുന്ന സമയത്ത് ശ്രീരാമൻ രക്ഷിക്കട്ടെ. ആദ്യമായി ഫാറിൻ പോയത് ശ്രീരാമചന്ദ്ര പ്രഭുവാണ്. ഇന്ത്യയിൽ നിന്നും സിലോൺ പര്യന്തം, ശ്രീലങ്ക പര്യന്തം ചെന്നു. അതുകൊണ്ട് ലക്ഷ്മണനും ശ്രീരാമനും നമ്മളെ രക്ഷിക്കട്ടെ. മാ ഉഗ്രധർമാദഖിലാക്രമാദാത്. ആഭിചാരം മുതലായ പ്രയോഗത്തിൽ നിന്നും നാരായണ ഭഗവാൻ രക്ഷിക്കട്ടെ. നരശ്ച ഹാസാത്. ഗർവം നമുക്ക് വരാതെ നരൻ രക്ഷിക്കട്ടെ. ദത്തസ്ത്വയോഗാദഥ യോഗനാഥ. യോഗം വേണ്ട വിധത്തിൽ ചെയ്യണം, ഇല്ലെങ്കിൽ അത് യോഗം രോഗമായി തീരും. അങ്ങനെ യോഗം മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ വരുന്ന ആപത്തിൽ നിന്നും ദത്താത്രേയൻ, യോഗനാഥനായ ദത്താത്രേയൻ നമ്മളെ രക്ഷിക്കട്ടെ. പായാത് ഗുണേശ കപില കർമ്മബന്ധാത്. കർമ്മബന്ധങ്ങളിൽ നിന്നും കപില ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. സനത്കുമാരോവതു കാമദേവാത്. ഓരോരോ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഓരോ ദുഃഖത്തിൽ പെടുന്നു. അങ്ങനെ ആഗ്രഹങ്ങൾ നമ്മൾക്ക് വർദ്ധിക്കാതെ സനത്കുമാരൻ രക്ഷിക്കട്ടെ. പിന്നെ നമ്മൾ ഒരു സ്ഥലത്തിൽ നിന്നും വേറൊരു സ്ഥലത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇടയിൽ പല ക്ഷേത്രങ്ങൾ കടന്നു ചെല്ലും. ഇപ്പോൾ നമ്മൾ കോട്ടയത്തിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എത്ര വലിയ ക്ഷേത്രങ്ങൾ കടന്നു വരുന്നു, മഹാക്ഷേത്രങ്ങൾ. അതുപോലെ എറണാകുളത്തിൽ നിന്നും കോട്ടയം വരുന്ന വഴിയിൽ തന്നെ തൃപ്പൂണിത്തറ, ചോട്ടാനിക്കര, പിന്നെ വൈക്കത്തപ്പൻ, കടന്തുരുത്തിയപ്പൻ, ഏറ്റുമാനൂറപ്പൻ, കുമാരനല്ലൂർ ഭഗവതി, ഇങ്ങനെ പല ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങളെ കടന്നിട്ടാണ് നമ്മൾ വരുന്നു. ശരിക്കും എന്താ ചെയ്യണം? വരുന്ന വഴിയിൽ ക്ഷേത്രം കണ്ടാൽ ഇറങ്ങി തൊഴുതിട്ട് വേണം വരാം. അങ്ങനെ വന്നാലേ പിന്നെ ഞാനിവിടെ സമാഹാരത്തിന് എത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വഴിയിൽ വരുന്ന ദേവന്മാരെ അവമാനിച്ച് വരുമ്പോൾ അതൊരു അപരാധമാണ്.
ആ അപരാധത്തിൽ നിന്നും ഹയഗ്രീവൻ നമ്മളെ രക്ഷിക്കട്ടെ. ഹയശീർഷാമാം പഥി ദേവകേരണാത് ദേവഋഷിവരീയ പുരുഷാർച്ചനാന്തരാത്. ഭഗവാനക്ക് പൂജ ചെയ്യുമ്പോൾ ഒരു 32 അപരാധം നമുക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നു. ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ ഒരു വാഹനത്തിൽ വന്നാൽ അതൊരു അപരാധം. പിന്നെ ദൂരമുള്ള ക്ഷേത്രത്തിലേക്ക് വാഹനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ഷേത്രത്തിന് മുമ്പ് വരെ വാഹനത്തിൽ വരാൻ പാടില്ല. കുറച്ച് മാറ്റി വണ്ടി നിർത്തി 2 സ്റ്റെപ്പ് നടന്നു വരണം. പിന്നെ ചെരുപ്പ് അണിഞ്ഞ് വന്നാൽ അതൊരു തെറ്റാണ്. എന്താ കാരണം? നല്ല ചെരുപ്പ് അണിഞ്ഞ് വന്നാൽ ഭഗവാനെ തൊഴുമ്പോൾ ഭഗവാനെ അവിടുത്തെ നല്ല ചെരുപ്പ് വെച്ചിട്ട് വേറെ ആൾ പൊക്കാതിരിക്കുന്നതിന് നമുക്ക് അതിൻ്റെ ഒരു സ്മരണം ഉണ്ടാവും. അതുകൊണ്ട് നല്ല ചെരുപ്പ് ഇങ്ങനെ സത്താത്ത വരുമ്പോൾ അങ്ങനെ ഒരു ചെരുപ്പ് അണിഞ്ഞ് വരുന്നത് അതൊരു തെറ്റായിട്ട് പറയുന്നുണ്ട്. 32 അപരാധത്തിൽ അതൊക്കെ പറയുന്നതാണ്. പിന്നെ ക്ഷേത്രത്തിൽ ലൗകികമായ വാർത്തകൾ, ആ അമ്പലത്തിൻ്റെ നാൽമതിൻ്റെ ഉള്ളിൽ നമ്മൾ സാരി വർത്തമാനം, ഈ സാരി എവിടെ മേടിച്ചു, എത്രയാണ് പൈസ, ഇത് സാരി വർത്തമാനമൊക്കെ അവിടെ സംസാരിക്കാൻ പാടില്ല. മാത്രമല്ല പിന്നെ പ്രദർശനം എങ്ങനെ വയ്ക്കണം? പാദോ പാദാന്തരേന്യസ്യ കരോ ചലനവർജിതവും. ഒരു കാലിൻ്റെ അടുത്ത കാൽ, പിന്നെ അടുത്ത പാദം അങ്ങനെ വച്ച് കൈ കൂപ്പി സ്തുതിരുവാചി ഹൃദിധ്യാനം ചതുരംഗം പ്രദക്ഷിണം. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വേണം പ്രദക്ഷിണം പതുക്കെ വയ്ക്കണം. ഇപ്പോഴൊക്കെ പ്രദക്ഷിണം വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബിസ്ക് വാക്കിങ് പോകുന്നുള്ള ഇങ്ങനെ വേഗം മുമ്പിൽ പോകണം, അങ്ങനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകണം. അത് ചെയ്താൽ ക്ഷേത്രം ചുറ്റി നടന്നു പറയാൻ പറ്റും, പക്ഷേ പ്രദക്ഷിണമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെ പതുക്കെ നടക്കണം. ഗർഭവതിയായ സ്ത്രീ എങ്ങനെ നടക്കുന്നുവോ അതുപോലെ. അത് അങ്ങനെ പ്രദക്ഷിണം വെച്ചില്ലെങ്കിൽ അതൊരു അപരാധമായി തീരും. പിന്നെ നമസ്കരിക്കുമ്പോൾ സാഷ്ടാംഗ നമസ്കാരം പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് പഞ്ചാംഗ നമസ്കാരം അങ്ങനെ വേണ്ട വിധത്തിൽ ചെയ്യണം. പിന്നെ നമ്മുടെ വീട്ടിൽ നിങ്ങൾ നല്ല സാധനം തേങ്ങയോ അല്ല മാങ്ങയോ അല്ല ചക്കയോ ഉണ്ടായാൽ അത് ആദ്യം ഭഗവാനക്ക് സമർപ്പിക്കണം. നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഒരു വലിയ ചക്കയായതുകൊണ്ട് പകുതി മുറിച്ച് അമ്പലത്തിലേക്ക് പകുതി വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. മുഴുവനും ഭഗവാനക്ക് സമർപ്പിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 32 അപരാധങ്ങൾ ഉണ്ടാവും. ആ അപരാധങ്ങളിൽ നിന്നും ദേവഋഷിവര്യനായ നാരദൻ നമ്മളെ രക്ഷിക്കട്ടെ. ദേവഋഷിവര്യ പുരുഷാർച്ചനാന്തരാത് കൂർമോഹരിൽ മാം നിരയാദശേഷാത്. നരകത്തിൽ വീഴാതെ കൂർമ്മ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. ധന്വന്തരിൽ ഭഗവാൻ പാത്വപഥ്യാത്. അപഥ്യമായ ആഹാരം കഴിക്കുന്നത് കൊണ്ടാണ് വ്യാധി വർദ്ധിക്കുന്നത്. അങ്ങനെ അപഥ്യമായി എന്തെങ്കിലും കഴിച്ചു പോയാൽ ധന്വന്തരി ഭഗവാൻ രക്ഷിക്കട്ടെ. ദ്വന്ദ്വാദ്വയാ ദൃഷഭോ നിർജിതാത്മാ. സുഖം ദുഃഖം മാനം അപമാനം ലാഭം നഷ്ടം ജയം പരാജയം ശീതം ഉഷ്ണം അങ്ങനെ രണ്ടായിട്ട് വരുന്ന ദ്വന്ദ്വങ്ങളിൽ നിന്നും ഋഷഭദേവൻ നമ്മളെ രക്ഷിക്കട്ടെ. യജ്ഞശ്ച ലോകാത്. ജനങ്ങൾ നമ്മളെ എന്തെങ്കിലും കുറ്റം പറഞ്ഞ് നടക്കും. അങ്ങനെ ജനങ്ങൾ പറയുന്ന അപവാദത്തിൽ നിന്നും യജ്ഞഭഗവാൻ രക്ഷിക്കട്ടെ. അവതാത് ജനാന്താത് ബലഃ. യജ്ഞശ്ച ലോകാത് അവതാത് ജനാന്താത് ബലോ ഗണാത് ക്രോധവശാദീന്ദ്രഃ. പിന്നെ നമ്മൾ ബാങ്ക് എവിടെയോ നല്ല ഒരു സ്ഥലത്ത് ചെന്ന് വരുമ്പോൾ ഇടയ്ക്ക് ഒരു കള്ളനോ ആരോ നമ്മളെ കത്തിക്കൊണ്ട് നമ്മളെ പേടിപ്പിക്കുന്ന അങ്ങനെ ഒരു ആപത്തിൽ നിന്നും ബലരാമൻ നമ്മളെ രക്ഷിക്കട്ടെ. ആദിശേഷൻ പാമ്പുകളിൽ നിന്നും രക്ഷിക്കട്ടെ. ദ്വൈപായനോ ഭഗവാൻ അപ്രബോധാത്. ഏത് ഗ്രന്ഥം വായിച്ചാലും അതിൻ്റെ ഹൃദയം എന്താണ്, അതിൻ്റെ താത്പര്യം എന്താണ് മനസ്സിലാക്കിയിട്ട് വായിക്കണം. അതുകൊണ്ടാണ് മധ്വാചാര്യൻ ശ്രീമദ് മഹാഭാരത താത്പര്യ നിർണയം, ഭാരത താത്പര്യ നിർണയം എന്ന് അതിൻ്റെ താത്പര്യം എന്താണെന്ന് അദ്ദേഹം ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആ താത്പര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഏത് ഗ്രന്ഥം വായിച്ചാലും പിന്നെ നമുക്ക് ശരിയായ അർത്ഥം മനസ്സിലാവില്ല. അതിന് വ്യാസൻ്റെ അനുഗ്രഹം വേണം. വ്യാസനാണ് ഗുരുനാഥൻ്റെ അവതാരം. വ്യാസൻ ജനിച്ച ദിവസമാണ് ഗുരു പൂർണിമയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. ഗുരുനാഥനെ നമ്മൾ പൂജിക്കാറുണ്ടല്ലോ. വ്യാസപൂർണിമ, ഗുരു പൂർണിമ, ഇത് വ്യാസൻ്റെ അവതാര ദിവസമാണ്. നമ്മളായിട്ട് ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ തെറ്റായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. അതുകൊണ്ടാണ് നേരിട്ട് നമ്മൾ വായിക്കാതെ ഒരു ഗുരുമുഖമായി അഭ്യസിക്കണം. ഒരു ടീച്ചർ എന്ത് ചെയ്തു, മദ്യം സേവിച്ചാൽ എത്ര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി
ഒരു ഗ്ലാസ്സിൽ മദ്യവും ഒരു ഗ്ലാസ്സിൽ വെള്ളവും വച്ച് ഒരു പ്രാണിയെ, ഒരു പുഴുവിനെ എടുത്ത് ആദ്യം വെള്ളത്തിൻ്റെ ഗ്ലാസ്സിലിട്ടു, അത് നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതേ പുഴു എടുത്ത് മദ്യ ഗ്ലാസ്സിൽ ഇട്ടപ്പോൾ അത് ചെത്തു. അപ്പോൾ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു കുട്ടി പറഞ്ഞു, ഞാൻ മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? എല്ലാ ദിവസവും ഒരു ഗ്ലാസ് മദ്യം സേവിച്ചാൽ വയറ്റിലിരിക്കുന്ന പുഴുവൊക്കെ ചെത്തുപോകും, വളരെ നല്ലതാണ്. അങ്ങനെ പറഞ്ഞു പോയി. ഈ പുഴു ചെത്തതുപോലെ മദ്യം കുടിക്കുന്ന ആൾ ചെത്തുപോകും, അത് പറയാൻ വേണ്ടിയാണ് ടീച്ചർ ക്ലാസ് നടത്തി. പക്ഷേ സ്വയമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് ചെയ്തു, വിപരീതമായിട്ട് അർത്ഥമാക്കി. യഥാർത്ഥം എന്താണോ അത് മനസ്സിലാക്കാതെ വിപരീതാർത്ഥം മനസ്സിലാക്കിപ്പോയി. അപ്പോൾ ഏത് ഗ്രന്ഥം വായിച്ചാലും യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഗുരു വേണം. അത് ഗുരുസ്വരൂപനായ വ്യാസൻ അത് യഥാർത്ഥം, ഗ്രന്ഥത്തിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി തരട്ടെ. ദ്വൈപായനോ ഭഗവാൻ അപ്രബോധാത് ബുദ്ധസ്തു പാഖണ്ഡഗണാത് പ്രമാദാത്. വേദത്തെ പ്രമാണമായി സ്വീകരിക്കാതെ മതത്തിൽ ചേരാൻ പാടില്ല. അതിൽ ബുദ്ധമതം ബുദ്ധം, ജൈനം ഇതൊക്കെ ആദിശങ്കൻ ഖണ്ഡിച്ചിട്ടുണ്ട്. എന്താ കാരണം? വേദത്തിനെ പ്രമാണമായി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ബുദ്ധൻ തന്നെ ഇങ്ങനെ പാഷണ്ഡ മതത്തിൽ ചേരാതെ നമ്മളെ രക്ഷിക്കട്ടെ. പാഖണ്ഡഗണാത് ബുദ്ധസ്തു പാഖണ്ഡഗണാത് പ്രമാദാത് കൽക്കിക്കലെ കാലമലാത് പ്രപാതു. കലിയുഗത്തിൻ്റെ ദോഷങ്ങളിൽ നിന്നും കൽക്കി ഭഗവാൻ രക്ഷിക്കട്ടെ. പിന്നെ ഓരോരോ സമയത്തിൽ ഓരോരോ ഭഗവാൻ ഓരോരോ ആയുധം കൊണ്ട് രക്ഷിക്കട്ടെ. വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ അവസാനം വിരിക്ഷു ദിക്ഷു ഊർദ്ധമത സമന്താത് അന്തർബഹിത് ഭഗവാൻ നാരസിംഹ. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ നമ്മളെ, നരസിംഹ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നു. നരസിംഹ പറയാതെ ഇവിടെ നാരസിംഹ പറയാൻ എന്താ കാരണം? നരസിംഹൻ എന്ന് പറയാം, നരസിംഹൻ്റെ രൂപം എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നരസിംഹൻ്റെ ഭക്തനായ പ്രഹ്ലാദൻ തൻ്റെ നാമജപം കൊണ്ട് നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്ന മഹാമന്ത്രമാണ് നാരായണ കവചം.